ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ ഇന്നാണ് ആ ദിവസം, മോളുടെ ബർത്ത്ഡേ ദിവസം. ഇതാണ് മോൾക്ക് നമ്മൾ എടുത്തു കൊടുത്ത ബർത്ത്ഡേ ഡ്രസ്സ്. സോ അവൾ രാവിലെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ടു. പിന്നെ ഇത് ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ ചെറിയൊരു മെനു ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ മെനു ആണ്. സോ ഇതിപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് അന്ന് വൈകിട്ട് അവൾക്കൊരു സർപ്രൈസ്, ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുത്തതാണ്. എൻ്റെ വീട് മൊത്തം ഞാൻ ക്ലീൻ ചെയ്തതാണ്. ഈ ബലൂണും ഈ പോപ്പ് ഒക്കെ പൊട്ടിച്ചതൊക്കെ ആയിട്ട് ഫുൾ ബിസിയായി. ഫുൾ അഗെയിൻ ആ ഒരു ഡേർട്ടി മോഡിലായി. പിന്നെ ശരി, കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ആ ഒരു സർപ്രൈസ് എൻട്രിയൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ നിന്ന് മോൾക്ക് അങ്ങനെ കേക്കൊക്കെ ഞാനും ചേട്ടനും കൂടെ പിടിച്ചു കൊടുത്ത് കേക്ക് കട്ട് ചെയ്തു. എന്നിട്ട് അവൾ ആദ്യം ചേട്ടൻ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും കൊടുത്തു. അങ്ങനെ ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ്, ഒരു സിമ്പിളായിട്ടുള്ള, എൻ്റെ ചാനൽ പോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് കട്ടിങ് കഴിഞ്ഞു. പിന്നെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ മൊത്തത്തിൽ ടയേർഡാണ്. ബിക്കോസ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ മൊത്തത്തിൽ ടയേർഡാണ്. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലാവും. ഇത് കുറച്ച് കുട്ടികളെ നമ്മളെ നെയ്ബേഴ്സാണ്. അപ്പോൾ ആ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാനൊന്ന് വിളിച്ച് അപ്പം അവരും കൂടെ ഒന്ന് കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്ത് ഈച്ച് അതർ അവരൊക്കെ ഒന്ന് സ്വീറ്റ്സ് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ ഈ ടേബിളിൽ വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് നമ്മൾ അവൾക്ക് മേടിച്ച് കൊടുത്ത ഗിഫ്റ്റാണ്. പിന്നെ ഇട്ടിരിക്കുന്ന ഫ്രോക്കും നമ്മൾ മേടിച്ചതാണ് മോൾക്ക്. അങ്ങനെ അവരുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കുട്ടികളായിട്ട്. ബിക്കോസ് എന്നും കാണുന്ന കുട്ടികളാണ് ഇവർ. ഇതൊക്കെയാണ് കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ ഫുഡ്. ഇത് രാവിലെ അവൾക്ക് പ്രസാദം അമ്പലത്തിൽ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പ്രസാദം ഞാൻ ഈ കുട്ടികൾക്കും കൂടെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പാത്രങ്ങൾ, കപ്പ് എല്ലാം ഞാൻ എടുത്തു വെച്ചു. മമ്മൂസിൻ്റെ സെക്ഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫുൾ പാനിപൂരിയുടെ സെക്ഷനാണ്. പാനിപൂരിയുടെ മീഠാ പാനി, പിന്നെ പാനിപൂരിയുടെ പാനി പൂരീസ്, അതിൻ്റെ അകത്തുള്ള സ്റ്റഫിങ് ഒരു സെറ്റ് റെഡിയാക്കി വെച്ചു. ഇത് വന്നിട്ട് ഫുള്ളും പാവ് ഭാജിയുടെ സെക്ഷനാണ്. അതായത് ഉള്ളി, നാരങ്ങ, പിന്നെ പാവ് ഭാജിയുടെ ഭാജി. പാവ് വന്നിട്ട് ഞാൻ ബട്ടറൊക്കെ തേച്ച് ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് വന്നിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഹോം മെയ്ഡ് തന്നെയാണ്. എനിക്ക് പറ്റുന്നത് പോലെ ഞാനെല്ലാം ഉണ്ടാക്കി വെച്ചു. ഇതൊരു ധാബ സ്റ്റൈൽ മുട്ടക്കറിയാണ്, ബോംബെ സ്റ്റൈൽ എന്ന് പറയാം നമുക്ക്. സോ ഇതൊക്കെയായിരുന്നു അന്ന് പാർട്ടി കഴിഞ്ഞ് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുള്ളൊരു സിമ്പിൾ ഡിന്നർ. അപ്പോൾ ലൈവ് പാനിപൂരി ആയിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് ആ പാനിപൂരി ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ആസ് പെർ അവരുടെ സ്വീറ്റ് എരിവൊക്കെ ആയിട്ട്. പാനിപൂരിക്ക് ഞാനൊരു ബൗള് വെച്ചിരുന്നു. പാനിപൂരി കഴിക്കാനായിട്ട് സെപ്പറേറ്റ് ബൗളാണ്. സോ അത് വെച്ച് കുട്ടികൾക്ക് ലൈവായിട്ട് തന്നെ പാനിപൂരി ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫുഡ്, അതായത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ടേഴ്സ് ഞാൻ പാനിപൂരി മമ്മൂസ് വരുന്നത്. അപ്പോൾ ആദ്യം പാനിപൂരീസ് ഉണ്ടാക്കി സെർവ് ചെയ്തതിന് ശേഷം മമ്മൂസ് എടുത്ത് കൊടുത്തു. എല്ലാം ഡൈനിങ് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മോള് പാട്ടൊക്കെ ഇട്ട് ലൈവ് ഡാൻസ് പ്രോഗ്രാമൊക്കെ കാഴ്ച വയ്ക്കുകയായിരുന്നു. അവൾക്ക് ഷീ വാസ് ലൈക്ക് വെരി ഹാപ്പി. അപ്പോൾ അതുകൊണ്ടാണ് അവൾക്ക് അറിയാവുന്ന ഡാൻസും കാര്യങ്ങളൊക്കെ അവൾ അവിടെ ബാക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഞാൻ അങ്ങനെ ഫുഡ് കൊടുത്തു. കുട്ടികൾ വന്നത് കൊണ്ട് ഞാൻ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഫുഡും അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തു. കുട്ടികളങ്ങനെ കഴിക്കുകയായിരുന്നു. കൊള്ളാം എന്നൊക്കെ പറഞ്ഞു, അവർക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡൊന്നും അവരങ്ങനെ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്, ഈ പാവ് ഭാജിയൊക്കെ. സോ അങ്ങനെ അവർ കഴിച്ചു. ഇവിടെയും കിട്ടും, എല്ലാ കടകളിലൊക്കെ കിട്ടുന്നതാണ്. പക്ഷെ ഇവർ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, അപ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യൽ എങ്ങനെയുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു അവർക്ക്. ഫുഡൊക്കെ കൊടുത്ത് ഹാപ്പി ആയതിനു ശേഷം അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒരു കുഞ്ഞു ഗിഫ്റ്റായിരുന്നു. പക്ഷേ എന്നെയും മോളെയും സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലിയൊരു ഗിഫ്റ്റാണത്. ലൈക്ക് ആ ഒരു ഡേ സ്പെഷ്യലാക്കി വലിയൊരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആക്കി തന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ശേഷം ഈ ബർത്ത്ഡേ ആണ് കുറച്ചും കൂടെ ഗ്രാൻഡാക്കി സെലിബ്രേറ്റ് ചെയ്തത്. കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയത് അവൾക്ക്. ഗിഫ്റ്റ് എന്താണെന്നുള്ളതൊക്കെ ഈ വീഡിയോൻ്റെ എൻഡിൽ തന്നെ അവൾ അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ വന്ന 3 കുട്ടികളും അവൾക്കങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു. അവൾ വാസ് ലൈക്ക് വെരി ഹാപ്പി. കുട്ടികൾക്കും ഹാപ്പിയായി. അവർ ഫുഡൊക്കെ കഴിച്ചു. ഈ ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടിക്ക് അവർ പങ്കെടുത്തു. എനിക്കും സന്തോഷമായി. എനിക്ക് പറ്റാവുന്നതുപോലെ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഉള്ളത് തന്നെയാണ്. ആ ഉള്ള സാധനം വെച്ച് എനിക്ക് പറ്റാവുന്നതുപോലെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്കൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് അവൾക്ക് എന്തായാലും
ഈ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാവുന്നതാണ് അവളുടെ ഒരു മെയിൻ സംഭവമായിരുന്നത്. സോ അപ്പോൾ അതും കൂടെ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു കുട്ടി സ്ലേറ്റും പിന്നെ കളർ പെൻസിൽസാണ്, കളർ ചോക്കിൻ്റെ കളർ പെൻസിൽസും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ആണ് ഒരാൾ കൊണ്ടുവന്നത്. താങ്ക് യു സോ മച്ച്. ഞാനങ്ങനെ കുട്ടികളുടെ പേരും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്ത് പറയുന്നില്ല. പിന്നെ ഇത് കുട്ടികളുടെ പാരൻസിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവരെ ഞാനിതിൽ കാണിക്കുന്നത്. അവരുടെ പാരൻസിനും കുട്ടികൾക്കും ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും യൂട്യൂബിൽ ഇട്ടോളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ കുട്ടികളെയും കൂടെ എടുത്ത് ഞാനിങ്ങനെ ഇതിൽ യൂട്യൂബിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ അവർ കൊണ്ടുവന്ന ഓരോ സാധനങ്ങൾ ഇങ്ങനെ. അപ്പോൾ ആദ്യത്തെ ഒരു കുട്ടി കൊണ്ടുവന്നത് സ്ലേറ്റും കളർ പെൻസിൽസ് ആയിരുന്നു. പിന്നെ ഇത് വന്നിട്ട് സ്റ്റിക്കേഴ്സ് ആയിരുന്നു. സ്റ്റിക്കേഴ്സ് പിന്നെ പെന്ന് വന്നിട്ട് നമുക്ക് ഇറേസബിൾ ആയിട്ടുള്ള ഒരു പെന്നായിരുന്നു. പിന്നെ ഹെയർ ബാൻഡ്, പെൺകുട്ടി ആയതുകൊണ്ട് ഹെയർ ബാൻഡ്, പെന്ന്, സ്റ്റിക്കേഴ്സും അതുപോലെ ഈ ഡോളിൻ്റെ ബാർബി ഡോൾ അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു സ്റ്റിക്കേഴ്സാണ് കൊണ്ടുവന്നത്. ഷീ വാസ് ലൈക്ക് വെരി ഹാപ്പി. ആൻഡ് അവരും അവരുടെ ആ ഒരു കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ ഇവൾക്ക്, എൻ്റെ മോൾക്ക് ലൈക്ക് ഒരു വലിയ ഒരു ഗിഫ്റ്റ്, ഓസ്കാർ അവാർഡ് കിട്ടിയ ഒരു ഫീലായിരുന്നു. ആൻഡ് ഇത് വന്നിട്ട് ഇതാ കണ്ടില്ലേ, ക്ലിപ്പ്, പിന്നെ മാല, പിന്നെ അഗൈൻ ഒരു സ്റ്റിക്കർ, ഒരു ചെറിയൊരു കാർഡ് ഉണ്ടാക്കിയത്, അങ്ങനെയൊക്കെ ആയിട്ട് ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെ. അങ്ങനെയാണ് കുട്ടികൾ കൊണ്ടുവന്ന കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്. അവൾക്ക് ഇഷ്ടപ്പെട്ടു അത്, ക്ലിപ്പും സ്റ്റിക്കേഴ്സും ചോക്ലേറ്റും. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ എടുത്ത് കൊടുത്ത ഒരു ഡ്രസ്സാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ ഒരു ഡ്രസ്സ് എല്ലാ വർഷവും എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ഡ്രസ്സ് അവൾ ഇട്ടിരിക്കുന്നത് പുതിയത് തന്നെയാണ്, പിന്നെ ഒരു ഡ്രസ്സ് മേടിച്ചത്, പിന്നെ ഇത് എഗെയിൻ തുറക്കുന്നതും ഡ്രസ്സ് തന്നെയാണ്. ഇത് ടീഷർട്ട്സാണ്, ഇങ്ങനെ നോർമൽ നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ടീഷർട്ട്സാണ്. അപ്പം അതും കൂടെ അവൾ ഇതിൽ തന്നെ അങ്ങനെ പൊട്ടിച്ച് നോക്കുകയാണ്. സോ ഷി വാസ് ലൈക്ക് വെരി ഹാപ്പി. ഇങ്ങനെയൊക്കെ പൊട്ടിക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ കുട്ടികൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അതിൽ നിന്ന് അവൾ പിടിച്ച് വാങ്ങിക്കുകയായിരുന്നു. ലൈക്ക് അങ്ങനെ അവൾക്കൊരു ഫൺ മോഡായിരുന്നു. സോ എന്തായാലും അവൾക്കത് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ 2 ടീഷർട്ടായിരുന്നു, നല്ല ക്ലോത്തായിരുന്നു, എസ്പെഷ്യലി ആ ക്ലോത്തായിരുന്നു നല്ല ഒരു സോഫ്റ്റ്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോസ് 1-2 നമ്മൾ എടുത്തു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. കുട്ടികൾ ലൈക്ക് സ്വീറ്റ്സ് കൊടുക്കുന്നതും പിന്നെ കുട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നതും ഇതൊക്കെ അവൾ എന്നും കാണുന്ന കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ശരി എന്തായാലും അവരെയും കൂടെ ഒന്ന് വിളിക്കാം, ഫുഡും സ്വീറ്റ്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം, ഒരു ഹാപ്പി മൂഡ് ഒന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു. ഐ വാസ് ലൈക്ക് വെരി ടയേർഡ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യായിരുന്നു. സോ എന്തായാലും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.